നമസ്കാരം. നെളിയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പരുതൂർ കുളമുക്കിൽ കുടുംബക്ഷേത്രത്തിലെ ആചാരമായ ആട്ടിനിടെ കാഞ്ഞിരത്തിന്റെ കായ കഴിച്ച യുവാവ് മരിച്ചു. കുളമുക്ക് സ്വദേശി ഷൈജുവാണ് മരിച്ചത്. 43 വയസ്സായിരുന്നു. ചടങ്ങിൽ കൊണ്ടുവന്ന കാഞ്ഞിരക്കായ കഴിച്ചാണ് മരണമെന്നാണ് പ്രാഥമിക നിഗമനം. വ്യാഴാഴ്ച പുലർച്ചെ പരുതൂർ പഞ്ചായത്തിലെ ചോലക്കുളത്തിന് സമീപത്തെ ഷൈജുവിന്റെ കുടുംബക്ഷേത്രത്തിലായിരുന്നു സംഭവം. കഴിഞ്ഞ ദിവസം മുതൽ ഇവിടെ കുടുംബക്കാർ ഒത്തുകൂടിയുള്ള ആട്ട് നടത്തിവരികയായിരുന്നു. ഈ ചടങ്ങിൽ ഷൈജു കോമരമായി പങ്കെടുത്തിരുന്നു. പുലർച്ചെ ആട്ടിന്റെ ഭാഗമായി കാഞ്ഞിരക്കായ കഴിക്കുന്ന ചടങ്ങും നടന്നതായി പറയുന്നു. കോമരം തുള്ളുന്നതിന്റെ ഭാഗമായി വാളുപയോഗിച്ച് വെട്ടിയ പാടുകളും ഷൈജുവിന്റെ നെറ്റിയിൽ ഉണ്ടായിരുന്നതായാണ് തൃത്താല പോലീസ് പറയുന്നത്. ചടങ്ങിനു ശേഷം ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട ഷൈജുവിനെ പട്ടാമ്പിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. 500-ലേറെ കുടുംബാംഗങ്ങൾ ഒത്തുചേർന്നാണ് വർഷം തോറും ആചാരങ്ങൾ നടത്താറുള്ളത്. വെളിച്ചപ്പാടായി തുള്ളിയ ഷൈജു ആചാരത്തിന്റെ ഭാഗമായി ലഭിച്ച പഴങ്ങൾക്കൊപ്പമുണ്ടായിരുന്ന കാഞ്ഞിരക്കായ കഴിക്കുകയായിരുന്നു. വീട്ടിലേക്ക് പോയി കുളിച്ചതിനു ശേഷം അസ്വസ്ഥത തോന്നിയ ഷൈജുവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം സംഭവിച്ചു. തൃത്താല പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. ആയുർവേദ ബാലചികിത്സാ വിദഗ്ധൻ എം ഗംഗാധരൻ വൈദ്യർ അന്തരിച്ചു. 89 വയസ്സായിരുന്നു. വിട പറഞ്ഞത് 10,000-ങ്ങൾക്ക് സാന്ത്വനമേകിയ ആയുർവേദ ചികിത്സാ രംഗത്തെ കുലപതി. വാർദ്ധക്യ സഹജ രോഗങ്ങൾ മൂലം ചികിത്സയിൽ കഴിയവേ വ്യാഴാഴ്ച കാലത്തായിരുന്നു അന്ത്യം. പ്രമുഖ ബാലചികിത്സകനായിരുന്ന ചാത്തരി നായരുടെയും വൈദ്യമഠം വലിയനാരായണൻ നമ്പൂതിരിപ്പാടിന്റെയും ശിഷ്യനും കാഞ്ഞൂർ നാരായണൻ നായരുടെയും മാരിപ്പറമ്പിൽ ലക്ഷ്മിയമ്മയുടെയും മകനുമാണ്. സംസ്കാരം വൈകിട്ട് 4-ന് വീട്ടുവളപ്പിൽ നടന്നു. കർഷക കുടുംബത്തിലായിരുന്നു ഗംഗാധരൻ വൈദ്യരുടെ ജനനം. വീടിന്റെ പരിമിതികൾക്കിടയിൽ SSLC കഴിഞ്ഞ് തുടർ പഠനം സാധിക്കാതിരുന്ന കാലത്താണ് ഗുരുനാഥനായ ചാത്തരി നായരുടെ അരികിലേക്ക് അദ്ദേഹം എത്തുന്നത്. ഗുരുനാഥന്റെ അനുഭവജ്ഞാനം ഗുരുകുല രീതിയിൽ സ്വായത്തമാക്കി. അതിന് കുട്ടികളുടെ വ്യാധികൾക്ക് മരുന്നായി മാറ്റാനും അദ്ദേഹത്തിന് സാധിച്ചു. ഗുരുവിന്റെ പേരമകളായ വിജയലക്ഷ്മിയെ ജീവിത പങ്കാളിയായി സ്വീകരിച്ചു. പൊള്ളുന്ന ഉണ്ണികൾ എന്ന പേരിൽ അറിയപ്പെട്ട പാലക്കാട് പിരായിരിയിലെ സഹോദരങ്ങൾക്കുൾപ്പെടെ സങ്കീർണ രോഗം ബാധിച്ച ഒട്ടേറെ രോഗികൾക്ക് ആരോഗ്യം തിരിച്ചു നൽകി അവരെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ ഗംഗാധരൻ വൈദ്യരുടെ ചികിത്സ കൊണ്ട് സാധിച്ചു. പൊള്ളുന്ന ഉണ്ണികൾക്ക് രോഗമുക്തി നേടിക്കൊടുക്കാനായത് അദ്ദേഹത്തെ ചികിത്സാരംഗത്ത് ഏറെ പ്രശസ്തനാക്കി. തൃത്താലയിലെ ആദ്യകാല കോൺഗ്രസ് പ്രവർത്തകരിൽ പ്രമുഖനാണ് വൈദ്യർ. പഞ്ചായത്ത് അംഗവുമായിരുന്നു. തൃത്താല സർവീസ് സഹകരണ ബാങ്കിൽ അരനൂറ്റാണ്ടായി ഡയറക്ടറായി സേവനമനുഷ്ഠിച്ചു. അഷ്ടാംഗം ആയുർവേദ കോളേജിന്റെ ചെയർമാനാണ്. ഗുരുനാഥന്റെ പേരിൽ ആരംഭിച്ച CNS ചികിത്സാലയം എന്ന സ്ഥാപനത്തിന്റെ അമരക്കാരനും പ്രധാന വൈദ്യനുമായിരുന്നു. CNSലൂടെയും സഹോദര സ്ഥാപനങ്ങളിലൂടെയും 100-ലധികം ജീവനക്കാർക്ക് തൊഴിൽ നൽകുവാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ നിരവധി പ്രമുഖർ വസതിയിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. പരേതയായ വിജയലക്ഷ്മി ഭാര്യയും ഡോക്ടർ KP യശോദാമണി, KP ആനന്ദവല്ലി, ഡോക്ടർ KP മണികണ്ഠൻ എന്നിവർ മക്കളുമാണ്. റോഡ് സുരക്ഷാ മാസാചരണത്തിന്റെ ഭാഗമായി പട്ടാമ്പിയിൽ നേത്രപരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിലായിരുന്നു ക്യാമ്പ് നടത്തിയത്. ദേശീയ റോഡ് സുരക്ഷയുടെ ഭാഗമായാണ് നേത്രപരിശോധനാ ക്യാമ്പ് നടത്തിയത്. പട്ടാമ്പി ബസ് സ്റ്റാൻഡിൽ വെച്ചായിരുന്നു ക്യാമ്പ് നടത്തിയത്. പട്ടാമ്പി അൽഷഹമ്മ ഐ ഹോസ്പിറ്റലും കൊടൻപറമ്പിൽ ട്രാവൽസും സംയുക്തമായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. പട്ടാമ്പി മോട്ടോർ വെഹിക്കിൾസ് ഇൻസ്പെക്ടർ AK രാജീവൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. യാത്ര അവസാനിച്ച് നമ്മൾ തിരിച്ചെത്തും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയാത്തൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഡ്രൈവർ ശാരീരികമായും മാനസികമായും ഒരു ഡ്രൈവിങ്ങിന് സജ്ജമായിരിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും നമ്മളുടെ കുഴപ്പം കൊണ്ടല്ലെങ്കിൽ കൂടെ രാത്രിയിലൊക്കെ അപകടങ്ങൾ ഒരുപാട് സംഭവിക്കുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ അടുത്ത കാലത്ത് നടന്ന പഠനങ്ങളൊക്കെ തെളിയിക്കുന്നത് ഏറ്റവും കൂടുതൽ അപകടം നടക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത് രാത്രി 2 മുതൽ 4 വരെയുള്ള സമയത്താണ്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മൾ ഉറങ്ങിപ്പോകുന്നു എന്നുള്ളതാണ്. നമ്മൾ നിത്യേന ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ബയോ ക്ലോക്ക് വർക്ക് ചെയ്യുന്നു, നമ്മളെ ഉറങ്ങാൻ പ്രേരിപ്പിക്കുന്നു. അതൊക്കെയാണ് അതിൻ്റെ കാരണമെങ്കിൽ കൂടെ നമ്മുടെ വിഷനെ സംബന്ധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി നൈറ്റ് ഡ്രൈവിങ്ങുമായി ചേർത്ത് നമ്മൾ വായിക്കേണ്ടതുണ്ട്. പലപ്പോഴും പല ഡ്രൈവർമാരും ബാക്കി എല്ലാ രീതിയിലും അവർ ഫിറ്റാണെന്ന് ധരിക്കുകയും കാഴ്ചശക്തി പരിശോധിക്കുന്നത് വല്ലപ്പോഴും ലൈസൻസ് പുതുക്കേണ്ടി വരുമ്പോൾ, അതായത് ഇപ്പോഴാണ് 5 വർഷം ട്രാൻസ്പോർട്ട് 5 വർഷമാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ 5 വർഷത്തിലൊരിക്കൽ മാത്രമാണ് നമ്മൾ കണ്ണ് പരിശോധന നടത്തുന്നത്. അപ്പോൾ അതിന് വിരുദ്ധമായിട്ട് നമ്മളവരെ കണ്ണിനെ കുറിച്ച് അവരെ ഒന്ന് ബോധവൽക്കരിക്കുക എന്നതും കൂടെ ഇതിലൊരു ലക്ഷ്യമാണ്.
നമ്മുടെ കണ്ണുകൾ വളരെ സജ്ജമാക്കി വെക്കുക. നമ്മുടെ ഏറ്റവും വലിയ സമരായുധം കണ്ണ് തന്നെയാണ്. കണ്ടില്ല എങ്കിൽ നമുക്ക് വണ്ടി ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയില്ല. അത് ശരിയായ രീതിയിൽ കാണുക, നല്ല രീതിയിൽ കാണുക. അപ്പോൾ അതിനുവേണ്ട മെയിൻ്റനൻസും ബാക്കി കാര്യങ്ങളൊക്കെ സമയോചിതമായി ചെയ്യുക. അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ഈസ്റ്റർ യാഷിക, ജില്ലാ പ്രവാസി സംഘം സെസ് പ്രസിഡന്റ് ഇയാഹു, അൽഷഹമ്മ ഐ ഹോസ്പിറ്റൽ MD അബ്ദുൾ അസീസ് കോടിയിൽ, മാർക്കറ്റിംഗ് മാനേജർ സാന്ദ്ര MR തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. റോഡ് സുരക്ഷാ മാസാചരണം ജനുവരി 31 വരെ തുടരുമെന്ന് പട്ടാമ്പി ജോയിന്റ് RTO രാജു K അറിയിച്ചു. വട്ടേനാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിച്ചിറങ്ങിയ മുഴുവൻ വിദ്യാർത്ഥികളുടെയും പ്രാതിനിധ്യം ഉറപ്പാക്കിക്കൊണ്ട് അലുമിനി അസോസിയേഷൻ ഓഫ് വട്ടേനാട് സ്കൂൾ ആവാസ് എന്ന പേരിൽ പൂർവ്വ വിദ്യാർത്ഥി സംഘടന രൂപീകരിക്കുന്നു. നിയമാവലി അനുസരിച്ച് ഔദ്യോഗിക സ്വഭാവത്തോടെ പ്രവർത്തിക്കുന്ന സംഘടനയാണിതെന്ന് ഭാരവാഹികൾ കൂറ്റനാട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇതിന്റെ ഭാഗമായുള്ള ജനറൽ ബോഡി യോഗം 26-ന് 3 മണിക്ക് വട്ടേനാട് LP സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ചേരും. 73-74 ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്ന സിനിമാ സംവിധായകൻ മേജർ രവി ഉദ്ഘാടനം ചെയ്യും. കഴിഞ്ഞ ഡിസംബർ 15-ന് ആരംഭിച്ച മെമ്പർഷിപ്പ് ക്യാമ്പയിൻ വളരെ ആവേശകരമായി നടന്നുവരുന്നുണ്ട്. 25,000-ലധികം വരുന്ന പൂർവ്വ വിദ്യാർത്ഥികളുടെ പിന്തുണയോടെ മാതൃകാ വിദ്യാലയമായി അംഗീകരിക്കപ്പെട്ട വട്ടേനാട് ഹയർ സെക്കൻഡറി സ്കൂളിനെ ചേർത്ത് നിർത്തുന്ന മാതൃകാ സൗഹൃദ കൂട്ടായ്മയായി മാറ്റുകയാണ് ലക്ഷ്യമെന്ന് അഡ്ഹോക് കമ്മിറ്റി ചുമതലയുള്ള ഭാരവാഹികൾ അറിയിച്ചു. 2016 വരെയുള്ള പൂർവ്വ വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ആവാസ് എന്ന് പറയുന്ന മുഴുവൻ പൂർവ്വ വിദ്യാർത്ഥികളെ ഉൾക്കൊള്ളുന്ന ഒരു സംഘം രൂപീകരിക്കാൻ തീരുമാനിച്ചു. സ്കൂളിൻ്റെ എല്ലാ തരത്തിലുള്ള നല്ല പ്രവർത്തനങ്ങളിലും സഹായകമാകാൻ ഈ പൂർവ്വ വിദ്യാർത്ഥികളായവരുടെ റിസോഴ്സിനെ മുഴുവൻ പ്രയോജനപ്പെടുത്തും. ബാച്ചായിട്ട് എല്ലാവരുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഔദ്യോഗിക പരിവേഷം വരുന്നതിന് വേണ്ടി ഒരുപാട് ചിലവുകളുണ്ട് ഇതിൻ്റെ കൂടെ. അപ്പോൾ ആ ചിലവുകൾ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 100 രൂപയാണ് മെമ്പർഷിപ്പായിട്ട് തൽക്കാലം ഇതിൽ വെച്ചിരിക്കുന്നത്. ചെയർമാൻ M പ്രദീപ്, കൺവീനർ MV രാജൻ, ട്രഷറർ TK മുസ്തഫ, മെമ്പർഷിപ്പ് ക്യാമ്പയിൻ കൺവീനർ രേവതി വേണു എന്നിവരടങ്ങുന്ന 14-അംഗ അഡ്ഹോക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. ജനുവരി 26-ന്റെ പൊതുയോഗത്തിൽ മുഴുവൻ പൂർവ്വ വിദ്യാർത്ഥികളും പങ്കെടുക്കണമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. CCTV മാനേജിംഗ് ഡയറക്ടർ TV ജോൺസന്റെ ഭാര്യ പിതാവ് ഗുരുവായൂർ കൊള്ളന്നൂർ വീട്ടിൽ ജെയിംസ് നിര്യാതനായി. 88 വയസ്സായിരുന്നു. റിട്ടയേർഡ് ആർമി ഉദ്യോഗസ്ഥനായിരുന്നു. സംസ്കാരം പിന്നീട് നടക്കും. മേരിയാണ് ഭാര്യ. ലിസി ആന്റണി, റോസ് ജോൺസൺ, മെജോര ജോൺസൺ എന്നിവർ മക്കളാണ്. പട്ടാമ്പി കീഴായൂർ ഗവൺമെന്റ് UP സ്കൂളിന്റെ 100-ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ജനുവരി 26-ന് പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമം സംഘടിപ്പിക്കുന്നു. ഗുരുവന്ദനം എന്ന പേരിലാണ് സംഗമം നടത്തുന്നതെന്ന് സംഘാടകർ പട്ടാമ്പിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പട്ടാമ്പി കീഴായൂർ ഗവൺമെന്റ് UP സ്കൂളിന്റെ 100-ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായാണ് ഗുരുവന്ദനം എന്ന പേരിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഒരുക്കുന്നത്. ജനുവരി 26-നാണ് പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഒരുക്കുന്നത്. ഇതിനു മുന്നോടിയായി 25-ന് വൈകിട്ട് വിളംബര ഘോഷയാത്രയും സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ പട്ടാമ്പിയിൽ ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഞാനൊക്കെ പഠിക്കുന്നതിന് മുമ്പ് അധ്യാപകരായിട്ടുള്ള അവര് മുതല് നിരവധി ആളുകൾ അതിൽ പങ്കെടുക്കുന്നത് വളരെ വൈകാരികമായ രീതിയിൽ തന്നെ പ്രതികരിച്ച് ഞങ്ങൾ വന്നെത്തുമെന്ന് പറഞ്ഞിട്ടുള്ള അധ്യാപകരുണ്ട്. എന്നെയൊക്കെ പഠിപ്പിച്ച, മുരളിയൊക്കെ പഠിപ്പിച്ചിട്ടുള്ള അശോകൻ മാഷ് എന്ന് പറയുന്ന നാടുമായിട്ട് ഇഴുകിച്ചേർന്ന് വലിയ രീതിയിൽ ഇടപെട്ട് പ്രവർത്തിച്ച ഒരാളാണ് 1970-കളിൽ. അപ്പൊ അദ്ദേഹമൊക്കെ ആലപ്പുഴയിൽ നിന്ന് ഈ ഒരു വാർദ്ധക്യത്തിലും അദ്ദേഹം അതിൽ പങ്കെടുക്കാനുള്ള വലിയ താല്പര്യത്തോടുകൂടി വരുന്നുണ്ട്. അങ്ങനെ ഒരു നാടിന്റെ ഒരു കൂട്ടായ്മയായിട്ട് ഈ വരുന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമം മാറിയിട്ടുണ്ട്. കീഴായൂർ ഗവൺമെന്റ് UP സ്കൂള് എല്ലാ കാലത്തും അത്തരം മാതൃകകൾ ഉയർത്തിപ്പിടിച്ച ഒരു വിദ്യാലയമാണ്. 95-ന് മുമ്പുള്ള ഒരു കാലയളവിൽ സ്കൂള് വീണു പോകും എന്നുള്ള അവസ്ഥ വന്നു. വാടക കെട്ടിടത്തിലാണ്, സർക്കാർ സ്കൂളാണ്, വാടക കെട്ടിടമാണ്. ആ കാലയളവിലാണ് നാട്ടുകാർ ഒന്നിച്ചു ചേർന്ന് ചെറിയ കൂലിപ്പണി എടുക്കുന്ന ആളുടെ ചെറിയ വിഹിതം ഉൾപ്പെടെ നാണയത്തൊട്ടുകൾ ശേഖരിച്ചുകൊണ്ട് 1 ഏക്കർ 20 സെന്റ് സ്ഥലം 1 രൂപ വോട്ട് ചെയ്തിട്ട് ഗവർണറുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത് കൊടുത്ത് ആ സ്ഥലത്താണ് അന്നത്തെ MP ആയിരുന്ന അജയ്കുമാറിന്റെ ഫണ്ട് ഉപയോഗിച്ച് ആദ്യത്തെ കെട്ടിടം വന്നത്. അതിനുശേഷം വലിയ മുന്നേറ്റമാണ് കീഴായൂർ ഗവൺമെന്റ് UP സ്കൂളിന് ഉണ്ടായിട്ടുള്ളത്. 1928-ലാണ് കീഴായൂർ ഗവൺമെന്റ് UP സ്കൂൾ സ്ഥാപിതമായത്. വിദ്യാലയത്തിലെ മുഴുവൻ പൂർവ്വ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് 26-ന് ഗുരുവന്ദനം എന്ന പേരിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഒരുക്കുന്നത്. 3-ന് ഗുരുവന്ദനം, 4:30-ന് പൂർവ്വ വിദ്യാർത്ഥി സമ്മേളനം എന്നിവയും നടക്കും. മുഹമ്മദ് മൂസിൻ MLA സംഗമം ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് കലാപരിപാടികളും ഉണ്ടായിരിക്കുമെന്നും ഇവർ അറിയിച്ചു. MLA ഈ പൂർവ്വ വിദ്യാർത്ഥി സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹം ആണ് അത് ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നത്.
അപ്പൊ നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും വലിയ പങ്കാളിത്തത്തോടു കൂടി ഈ പൂർവ്വ വിദ്യാർത്ഥി സമ്മേളനം ഒരു വലിയ വിജയമായി തീരുമെന്നും അങ്ങനെ ഒരു പൊതുവിദ്യാലയം അതിജീവനത്തിന്റെ പല വഴികളിലൂടെ സഞ്ചരിച്ച് വളർന്നു വന്ന ഒരു പൊതുവിദ്യാലയമാണ്. നേരത്തെ ഈ വിദ്യാലയം തുടങ്ങുന്ന സമയത്ത് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരു വീടിന്റെ ഒരു ഓടിട്ട ഒരു കോലായിലാണ് തുടങ്ങുന്നത്. ഒരു ഗോപിമേനോ എന്ന് പറയുന്ന കല്ലമ്മാർത്തോടി ഗോപിമേനോന്റെ വീടിന്റെ ഒരു കോലായില് ആണ് ഇത് തുടങ്ങുന്നത്. പിന്നീട് അവിടെ അത് തുടരുന്നതിന് ഒരു തർക്കം ഉണ്ടായപ്പോ 48 മണിക്കൂറിനുള്ളിൽ പുതിയ ഷെഡ് കെട്ടി തൊട്ടടുത്ത സ്ഥലത്തേക്ക് ഈ വിദ്യാലയം മാറിയ ഒരു ചരിത്രമുണ്ട്. നിലവിൽ വിദ്യാലയത്തിൽ പ്രീ പ്രൈമറി മുതൽ 500-ൽ പരം കുട്ടികൾ പഠിക്കുന്നുണ്ട്. നഗരസഭയും MLA ഫണ്ട് ഉൾപ്പെടുത്തിയും സ്കൂളിലെ ഭൗതിക സൗകര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തുന്നുവെന്നും ഇവർ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ സഹസംഘം ഭാരവാഹികൾ കൂടിയായ നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി, സ്ഥിരസമിതി അധ്യക്ഷൻ N രാജൻ, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധി N മുരളീധരൻ, P മധു, സത്താർ, അബ്ദുൽ നാസർ, പ്രധാനാധ്യാപിക ശ്രീലത എന്നിവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു. മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി കുലുക്കല്ലൂർ പഞ്ചായത്തിൽ കുട്ടികളുടെ ഹരിതസഭ സംഘടിപ്പിച്ചു. മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായാണ് കുലുക്കല്ലൂർ പഞ്ചായത്തിൽ കുട്ടികളുടെ ഹരിതസഭ നടത്തിയത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി രമണി ഹരിതസഭ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കുമാരി ഖദീജ, എന്റെ സഹപ്രവർത്തകരായ രോഷ്നി, സഹീറ, പഞ്ചായത്തിന്റെ AS, അതേപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിന്റെ നിർവഹണ ഉദ്യോഗസ്ഥൻ കൂടിയായിട്ടുള്ള ബാലൻ മാസ്റ്റർ, സഹോദരി, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള വിദ്യാർത്ഥികളെ, പ്രിയപ്പെട്ട അധ്യാപകരെ, നമ്മൾ ഇത്തരത്തിൽ ഒരു സഭ കൂടാനുള്ള സാഹചര്യം 2025 മാർച്ച് 31 നമ്മുടെ സംസ്ഥാനവും നമ്മുടെ പ്രദേശവും ഒക്കെ തന്നെ മാലിന്യമുക്തമാക്കിക്കൊണ്ടുള്ള പ്രഖ്യാപനം നടത്തണം. ഈ പ്രഖ്യാപനത്തിൽ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളിൽ എങ്ങനെ നമ്മുടെ കുട്ടികളെ പങ്കാളികളാക്കാം. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK ഇസഹാഖ് അധ്യക്ഷനായിരുന്നു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ MK ശ്രീകുമാർ, NP സുധാകരൻ, MK ഖദീജ, രോഷ്നി S രാജ്, സഹീറ നൌഷാദ്, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി VR അനിലാൽ, അസിസ്റ്റന്റ് സെക്രട്ടറി G ദീപ്തി, പഞ്ചായത്ത് നിർവഹണ ഉദ്യോഗസ്ഥനും അധ്യാപകനുമായ ബാലൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ ചിത്ര, ഹരിതകർമ്മസേന കോർഡിനേറ്റർ അരുൺകുമാർ, മറ്റു ഹരിതകർമ്മസേന അംഗങ്ങൾ, അധ്യാപകർ, വിദ്യാർത്ഥികൾ തുടങ്ങിയവരും പങ്കെടുത്തു. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.